മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ഉത്ഥാന തിരുനാൾ ലോകം മുഴുവനും ആഘോഷിക്കുകയാണ്. സിസ്റ്ററിനെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വീഡിയോകളും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും ഈസ്റ്ററിൻ്റെ സന്തോഷം പ്രാർത്ഥനാപൂർവം നേർന്നുകൊള്ളുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈസ്റ്ററിൻ്റെ സന്തോഷത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രത്യാശയുള്ള ജീവിതം നയിക്കുക, പ്രത്യാശയുള്ളവരാവുക. നമ്മൾ പ്രത്യാശയുള്ള ജീവിതം നയിച്ചുകൊണ്ട് കണ്ടുമുട്ടുന്നവർക്കൊക്കെ ആ പ്രത്യാശ പകർന്നു കൊടുക്കുന്ന ഒരു തിരുനാളാണ് ഈസ്റ്റർ. അതുകൊണ്ട് തന്നെ ഈസ്റ്ററിൻ്റെ തിരുനാൾ മംഗളങ്ങൾ, തിരുനാൾ നമ്മൾ ഘോഷിക്കുമ്പോൾ കർത്താവിൽ നമ്മൾ പ്രത്യാശ അർപ്പിക്കുകയാണ്. ജെറമ്യ 17:7 മുതൽ തിരുവചനങ്ങൾ. കർത്താവിൽ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവരുടെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവർ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അതിൻ്റെ ഇലകൾ എപ്പോഴും പച്ചയാണ്. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിൻ്റെ വേരുകൾ ജലാശയത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. ജലാശയത്ത് നട്ട ഒരു ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ് നമ്മൾ പ്രത്യാശയുള്ളവൻ്റെ ജീവിതം. സിസ്റ്റർ പലപ്പോഴും ഈ നോമ്പുകാലത്ത് ഇടവക വാർഷിക ധ്യാനങ്ങൾക്ക് വേണ്ടി യൂട്യൂബിലെ സിസ്റ്ററിനെ വിളിക്കണമെന്ന് വികാരി അച്ഛന്മാരോട് പറഞ്ഞിട്ട് പല ഇടവകകളിൽ ധ്യാനിപ്പിക്കാനായിട്ട് പോയി. പലപ്പോഴും നമ്മൾ ഈ ധ്യാനത്തിനായിട്ട് ഒരുങ്ങി എല്ലാവിധത്തിലും ആ ദിവസം അടുത്തു. 3 ദിവസത്തെ വാർഷിക ധ്യാനങ്ങൾ ഇടവകയിലെ, അല്ലെങ്കിൽ 5 ദിവസത്തെ ധ്യാനങ്ങൾ, അല്ലെങ്കിൽ ഏകദിനം അങ്ങനെ കിട്ടി. അപ്പോൾ കൃത്യം നമ്മൾ ആ ദിവസമായിരിക്കും. ഇപ്പോൾ കൗൺസിലിങ്ങിന് സിസ്റ്റിനെ സഹായിക്കാൻ വരുന്ന പ്രേക്ഷിതർ വിളിച്ച് പറയും അന്ന് തടസ്സമായിട്ട് വരാൻ സാധിക്കില്ല. അല്ലെങ്കിൽ 3-ാമത്തെ ദിവസം ഒരു ബഹുമാനപ്പെട്ട വൈദികൻ്റെ തൈലാഭിഷേകത്തിന് വിളിക്കുമ്പോഴായിരിക്കാം നമുക്ക് അവിടെ ഒരു ബ്ലോക്ക്, അച്ഛന് സൗകര്യപ്പെടുന്നില്ല. ഇങ്ങനെ പലപ്പോഴും നമ്മളൊരു നിസ്സഹായ അവസ്ഥ കർത്താവിൻ്റെ മുൻപിൽ നിൽക്കുകയാണ്. നമ്മൾ കൃപ നിറഞ്ഞ, അഭിഷേകം നിറഞ്ഞ നമ്മുടെ ഈ ശുശ്രൂഷയെ തന്നെ തടസ്സപ്പെടുത്തുന്ന വിധത്തിലെ ഓരോ ബ്ലോക്കുകളായിട്ട് മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുകയാണ്. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. പലപ്പോഴും പകൽ 3 ദിവസത്തെ ധ്യാനം ഇടവകകളിൽ കൊടുക്കുകയാണെങ്കിൽ പകൽ മുഴുവനും കൗൺസിലിങ്ങും, ഈവനിങ് ആകുമ്പോൾ 5 മണിക്ക് നമ്മൾ അൾത്താരയിൽ വചനപ്രഘോഷണത്തിന് കയറി, പിന്നെ 1 മണിക്കൂർ ആരാധന, ദിവ്യകാരുണ്യ ആരാധന എല്ലാം കഴിയുമ്പോൾ രാത്രി വരെ നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ നിസ്സഹായ തനിച്ച്. ഒരിക്കൽ സിസ്റ്റർ ഒരു ഇടവകയിൽ ധ്യാനം ഈവനിങ്ങിലാണ് ധ്യാനം, പകല് മുഴുവനും കൗൺസിലിങ്ങിന് ഇരിക്കുകയാണ്. 2-3 പേര്, ഒരു സ്ത്രീ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ വണ്ടി വന്ന് ഇടിച്ചിട്ട് പോയിട്ട് തളർന്ന ഒരു സ്ത്രീ, അത് ഇരിക്കും പക്ഷെ നടക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു ചേച്ചി, തളർന്ന 2 കാലുകൾക്കും ശേഷിയില്ലാതെ, ശക്തിയില്ലാതെ തളർന്നിരിക്കുന്ന കാലുകൂടിയ ഒരു സ്ത്രീയെ കൗൺസിലിങ്ങിന് അവർ കൊണ്ടുവന്നു. ഹസ്ബൻഡും 2-3 ആണുങ്ങളും കൂടി കൊണ്ടതും സിസ്റ്ററുടെ മുൻപിൽ ഇരുത്തിയേക്കാണ്. അപ്പോൾ കൗൺസിലിങ്ങിലൂടെ വന്നിരുന്ന വശം കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ സന്ദേശം. ഭയത്തിൻ്റെ ഒരു ഗുഹയിലാണ് ഈ സ്ത്രീ. ഭയം വന്ന് വിഴുങ്ങിയിരിക്കുകയാണ് ഈ സ്ത്രീയെ. ഒരടി, മക്കളുടെ ഒന്നും വിവാഹം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു ഭയം, പേടി, എനിക്ക് നടക്കാൻ സാധിക്കില്ല, ഒരിക്കലും എനിക്ക് നടക്കാൻ സാധിക്കുന്നില്ല എന്നൊരു ഭയത്തിലിരിക്കുകയാണ്. അതുപോലെ ക്ഷമിക്കാനാവാത്ത മേഖലകൾ, അങ്ങനെ ഒരുപാട് മേഖലകൾ കാണിച്ചു തന്നു. അതെല്ലാം ക്ലിയറാക്കി നമ്മൾ ഈ ഭയത്തെ വിട്ടുകളയാനായിട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കൽപ്പിച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് സിസ്റ്ററിൽ വലിയൊരു അഭിഷേകം വന്ന് നിറയാണ്. പെട്ടെന്ന് കിട്ടിയ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം അനുസരിച്ച് സിസ്റ്റർ പറഞ്ഞു, എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് ഒരിക്കലും പറ്റില്ല, എഴുന്നേറ്റ് നിൽക്കാനേ പറ്റില്ല, നടക്കാനേ പറ്റില്ല, എൻ്റെ ഹസ്ബൻഡ് പിടിക്കണം. ഞാൻ പറഞ്ഞു, ആരെയും പിടിക്കരുത്, ഇരിക്കുന്ന കസേരയിലും പിടിക്കരുത്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കുകയാണ്, എഴുന്നേറ്റ് നിൽക്കുമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ തൽക്ഷണം ആ സ്ത്രീ എഴുന്നേറ്റുന്നു, ആരുടെ സഹായം കൂടാതെ. സിസ്റ്ററുടെ കയ്യിലിരിക്കുന്ന കുരിശ് അവരുടെ വലത് കരത്തിൽ പിടിച്ചുകൊണ്ട് ആ ഹാളിൽ, അവിടെ പലരും കൗൺസിലിങ്ങിനായിട്ട് വന്നിരിക്കുന്നവരുണ്ട്, ഹാളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറഞ്ഞു. ആദ്യം ഭയങ്കര ഭയമായിരുന്നു, വീഴുമോ എന്ന ഭയം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ കൂടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പ്രേക്ഷിത അപ്പുറത്തും സിസ്റ്റർ ഇപ്പുറത്തും നിന്ന് വലതുവശത്ത് നിന്ന് ഞങ്ങൾ നടത്തിക്കുകയാണ്. അവിടുന്ന് അങ്ങോട്ട് നല്ല സ്പീഡിൽ, ആരുടെ സഹായം കൂടാതെ, പലരും പിടിച്ചുകൊണ്ട് വന്ന് ഇരുത്തിയ ആൾ പരസഹായം കൂടാതെ നടക്കുകയാണ്. വലിയ അത്ഭുതം. പ്രഭാഷകൻ 36:6. അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് ദൈവമേ അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. ഫിലിപ്പി 4:13. എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും.
നമ്മുടെ നിസ്സഹായ അവസ്ഥയിൽ ഒറ്റയ്ക്ക് തനിച്ച് ഇതെല്ലാം എങ്ങനെ ഞാൻ ചെയ്യും, ഇതെനിക്ക് സാധിക്കുമോ എന്ന് ചിന്തിക്കുമ്പോൾ, ബുദ്ധി കൊണ്ട് യുക്തി കൊണ്ട് ചിന്തിക്കുമ്പോഴാണ് വിശ്വസിക്കുന്നവരിലെ കൃപയൊഴുകുന്നത്. വിശ്വസിക്കുന്നവരോട് കൂടെയാണ് കൃപയൊഴുകുക. ജീവനുള്ള യേശു, ജീവിക്കുന്ന യേശു ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഈശോ നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ കൂടെ നടക്കുകയാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കരം പിടിച്ചിരിക്കുന്നു. നീ എനിക്ക് വിലപ്പെട്ടവനും പ്രിയങ്കരനും അമൂല്യം ഇഷ്ടപ്പെട്ട് വിളിച്ചവുമാണ്. എഫ്രായിം നിന്റെ വത്സലപുത്രൻ, പൊന്നോമനക്കുട്ടൻ, നിന്നോടുള്ള സ്നേഹം അവർണ്ണനീയം, നിന്നെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ ഹൃദയം തുടിക്കുന്നുവെന്ന് ഈശോ നമ്മോട് പറയുകയാണ്. നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ നിസ്സഹായ അവസ്ഥയിലായിരിക്കാം, ഒറ്റപ്പെട്ട് നിൽക്കാം, പ്രതിസന്ധികൾ മുന്നിൽ വന്ന് നമ്മുടെ ശുശ്രൂഷയ്ക്ക് ബ്ലോക്ക് വരുന്നുണ്ടായിരിക്കാം, ആ തീക്ഷ്ണത കുറയുന്നുണ്ട്, ഒരു അവസരം നമുക്ക് വരാം. പക്ഷേ ഈശോയിൽ പ്രത്യാശ വെച്ചുകൊണ്ട്, ഈശോയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നവർ ആറ്റു തീരത്ത് നട്ട മരം പോലെയാണെന്ന് പലപ്പോഴും സിസ്റ്ററിന് അനുഭവത്തിലൂടെ, സ്വന്തം അനുഭവത്തിലൂടെ അനുഭവപ്പെട്ടു. ആ സമയത്താണ് ആ ഇടവക വാർഷിക ധ്യാനത്തിന് ഒരുപാട് അടയാളങ്ങളും അത്ഭുതങ്ങളും കൗൺസിലിങ്ങിലൂടെയും ദിവ്യകാരുണ്യ ആരാധനയിലൂടെയും വചന പ്രഘോഷണം, വചനം കേട്ടുകൊണ്ടിരിക്കെ തന്നെ അത്ഭുതങ്ങൾ നടക്കുന്നത് സിസ്റ്റർ കാണാൻ സാധിച്ചു. കർത്താവിന് സ്തുതി മഹത്വം ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 115:1, കർത്താവെ ഞങ്ങൾക്കല്ല കർത്താവെ അങ്ങേക്കാണ് മഹത്വം, അങ്ങയുടെ നാമത്തിന് മഹത്വം. ഈശോയുടെ ശക്തി നമ്മൾ വെളിപ്പെടുത്തുകയാണ് ഈശോ. ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് എപ്പോഴും നമ്മളെ ശക്തിപ്പെടുത്തുക, ഓർമ്മപ്പെടുത്തുകയാണ് ഈശോ. ഈ കർത്താവിൻ്റെ അനുഗ്രഹം സർവ്വ മക്കളിലും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.